എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ആതിര ദീപക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പല ആളുകളുടെ സംശയത്തിന് ഉത്തരമാണ്. എന്താന്ന് വെച്ചാൽ, ഒരാൾ ഉപയോഗിക്കുന്ന സെയിം ക്രീം, സെയിം ഫേസ് പാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒരാൾ യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വളരെ നല്ല ഗ്ലോയും അതുപോലെ പോസിറ്റീവായിട്ടുള്ള നല്ലൊരു എഫക്റ്റ് ലഭിക്കുന്നു. പക്ഷെ ഈ സെയിം ക്രീം അല്ലെങ്കിൽ സെയിം ഫേസ് പാക്ക് വേറൊരാൾ ഉപയോഗിക്കുമ്പോൾ അത് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നു. മുഖക്കുരുണ്ടാവുന്നു, ഇറിറ്റേഷൻസ് ഉണ്ടാവുന്നു, അതുപോലെ ചൊറിച്ചിൽ, റെഡ്നെസ് ഇവയൊക്കെയാണ് ചിലപ്പോൾ നെഗറ്റീവായിട്ട് ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ചിലവർക്ക് നല്ല എഫക്റ്റ് കിട്ടുന്നു, ചിലവർക്ക് അത് എഫക്റ്റ് ചെയ്യാത്തതും എന്തുകൊണ്ടായിരിക്കാം? ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് സ്കിൻ ബാരിയേഴ്സ് ആണ്. എന്താണ് സ്കിൻ ബാരിയേഴ്സ്? നമ്മുടെ ഔട്ടർ മോസ്റ്റ് ലെയറിൽ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്കിൻ ബാരിയേഴ്സ് എന്ന്. ഈ സ്കിൻ ബാരിയേഴ്സ് എന്ന് പറയുന്നത് സ്കിൻ ലെയർ മാത്രമല്ല, ഇതിൽ കെമിക്കൽസ്, ലിപ്പിഡ്സ് അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇത് പുറത്തു നിന്നുള്ള ഡസ്റ്റ്, ബാക്ടീരിയ അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. പക്ഷെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, നല്ലൊരു സ്ട്രോങ് ബാരിയർ, ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്കിൻ ബാരിയേഴ്സ് ഉള്ളവർക്ക് നമ്മൾ എന്തെങ്കിലും സ്കിൻ കെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യുകയും അതൊരു പോസിറ്റീവ് റിസൾട്ട് നൽകുകയും ചെയ്യുന്നു. പക്ഷേ സ്കിൻ ബാരിയേഴ്സ് സ്ട്രോങ് അല്ലാതെ വീക്ക് ആയ ഒരാൾക്കാണ് നമ്മൾ ഇങ്ങനത്തെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സ്കിൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മളൊരു നല്ലൊരു കവറിൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ, സ്കിൻ എന്ന് പറയുന്നത് സെലക്റ്റീവ് ബാരിയേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്കിൻ അബ്സോർബ് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഈ സ്കിൻ ബാരിയർ വീക്ക് ആവുക അഥവാ സ്കിൻ ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് സെലക്റ്റീവ് ആവാതെ അത് ഡീപ്പായിട്ട് സ്കിന്നിന്റെ ഉള്ളിലോട്ട് അബ്സോർബ് ചെയ്യുകയും അതിനൊരു റിയാക്ഷൻ ആയിട്ടാണ് ഇൻഫ്ലമേഷൻ, ചുവപ്പ് നിറവും അതുപോലെ ചൊറിച്ചില്, പിമ്പിൾസ് ആയിട്ടൊക്കെ സ്കിൻ റിയാക്ട് ചെയ്യുന്നത്. ഹെയർ പ്രൊഡക്ട്സിന് കുഴപ്പമായിരിക്കില്ല, നമ്മുടെ സ്കിന്നിന്റെ പ്രശ്നമായിരിക്കാം, ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിൻ അല്ലായിരിക്കാം. ഇതിന് പല കാരണങ്ങളുണ്ട്. കൂടാതെ പല ടൈപ്പ് സ്കിന്നുകളുണ്ട്. ഓയിൽ സ്കിൻ, ഡ്രൈ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ. അങ്ങനെയുള്ളവർക്കും നമ്മൾ സ്കിന്നിന് പറ്റിയ ക്രീംസ് അല്ലെങ്കിൽ സ്കിന്നിന് പറ്റിയ സ്കിൻ കെയർ റൂട്ടീൻസ് ഫോളോ ചെയ്യാവൂ. അവിടെയും നമ്മൾ കൂടുതലായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് പോസിറ്റീവായിട്ട് റിസൾട്ടിന് പകരം നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ലഭിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എന്തുകൊണ്ടാണ് നമ്മുടെ സ്കിൻ ഹെൽത്തി ആവാതെ സ്കിൻ ബാരിയേഴ്സിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടാവാം? അതിന് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ട്. ആ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ പറയാം. ആദ്യത്തെ തന്നെ, നമ്മൾ ഫേസിൽ ഒരിക്കലും നമ്മളുടെ സോപ്പ് ബാർ യൂസ് ചെയ്യരുത്. നമ്മൾ കുളിക്കാൻ യൂസ് ചെയ്യുന്ന സോപ്പ് നമ്മൾ മുഖത്ത് യൂസ് ചെയ്യരുത്. മുഖത്തെ ഫേസിലെ സ്കിന്നിന് എപ്പോഴും നമ്മൾ മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ കുറെ കാലം നമുക്ക് സ്കിന്നിനെ ഒരു ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വേറൊരു കാര്യം നമുക്ക് ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാൻ യൂസ് ചെയ്യാവുന്നതാണ് മോയ്സ്ചറൈസർ. പലവരും പുറത്തൊക്കെ പോകുമ്പോൾ പൗഡർ കുറെ നേരം നിൽക്കാൻ വേണ്ടി മാത്രമാണ് മോയ്സ്ചറൈസർ ഒക്കെ യൂസ് ചെയ്യുന്നത്. ഡെയിലി നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യും, ജലാംശം നഷ്ടപ്പെടുന്നത് തടയാനും അതുപോലെ തന്നെ ഡ്രൈ ആയതിരിക്കാനും സ്കിൻ ബാരിയറിനെ സ്ട്രോങ് ആക്കി വെക്കാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. കൂടുതലായിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാതിരിക്കുക. നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായ പ്രൊഡക്ട്സ് ഏതാണെന്ന് ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ സ്കിൻ ഡോക്ടറിനോ, ആയുർവേദിക് പ്രൊഡക്ട്സ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആയുർവേദിക് കോസ്മെറ്റോളജി ഡോക്ടർമാരെ കാണുകയും അതുപോലെ അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ കാണുകയും ചെയ്ത് നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൺസ്ക്രീൻസ് യൂസ് ചെയ്യുക. അത് വളരെ ഹെൽപ്ഫുൾ ആണ് നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാൻ. വയലറ്റ് റേസ് നമ്മുടെ സ്കിന്നിനെ വളരെ അധികമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ഉറപ്പായിട്ടും സൺസ്ക്രീൻസ് യൂസ് ചെയ്താൽ നമുക്ക് സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാം. വേറൊരു മിസ്റ്റേക്ക് ചെയ്യുന്നത്, പെട്ടെന്ന് ഒരു പ്രൊഡക്ട്സ് പല പ്രൊഡക്ട്സ് നമ്മൾ ഉപയോഗിച്ച് പരീക്ഷിച്ച് നോക്കുക. ഒരു പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് അടുത്ത പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിനെ അത് ബാധിക്കുന്നുണ്ട്. വേറൊരു മിസ്റ്റേക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞ് നമ്മൾ സ്കിൻ കെയറിന് വേണ്ടി തന്നെ പലതരം സ്ക്രബിങ്, മാർക്കറ്റിൽ ഒരുപാടേറെ സ്ക്രബിങ്, എക്സ്ഫോലിയേറ്റിംഗ് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. ഡെയിലി നമ്മൾ എക്സ്ഫോലിയേറ്റ് ചെയ്യുക, സ്ക്രബ് ചെയ്യുക. നമ്മുടെ പുറത്തുള്ള ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഡെയിലി നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ സ്കിൻ ബാരിയേഴ്സിനെ എഫക്ട് ചെയ്യാം. നമ്മുടെ ഹെൽത്തി സ്കിൻ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അത് പിന്നെ അതിനെ സ്കിൻ റിയാക്ട് ചെയ്യുകയും പിമ്പിൾസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എക്സ്ഫോലിയേഷൻ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാൻ ആണെങ്കിൽ പോലും ഡെയിലി നമ്മൾ എക്സ്ഫോലിയേറ്റ് ചെയ്യാൻ പാടില്ല.
സ്കിൻ ടൈപ്പിനനുസരിച്ച് 2 വീക്സ് കൂടുമ്പോഴൊക്കെ നമ്മൾ സ്കിൻ സ്ക്രബിങ് ഒക്കെ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെയാണ് പിമ്പിൾസ് ഉള്ളവർക്ക് സ്പെഷ്യലായിട്ടുള്ള പ്രൊഡക്ട്സ്, സ്പെഷ്യലായിട്ടുള്ള മെഡിസിൻസ് ഒക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഇന്റേണൽ മെഡിസിൻസ് ആണ്. എക്സ്റ്റേണൽ മെഡിസിൻസിനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിമ്പിൾസ് ഉള്ളവർക്ക്. അതുപോലെ കൊമഡോൺസ്, സ്കിന്നിൽ ചെറിയ ചെറിയ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിന്നൊക്കെ ഇന്റേണൽ മെഡിസിൻ ആണ് കൂടുതൽ പ്രാധാന്യം ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ട്രീറ്റ്മെന്റ്. അപ്പോൾ ഇതൊന്നും അറിയാതെ നമ്മൾ നമ്മുടെ രീതിയിൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് സ്കിന്നിനെ ബാധിക്കണം. അപ്പോൾ സ്കിൻ കെയറിന് സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമാണെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.